നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. സർ നമസ്കാരം. നമസ്കാരം സർ, ഈ മെയ് 14-15 തീയതികളായിട്ട് ഇന്ത്യയിൽ ഡൽഹിയിൽ ഒരു സമ്മേളനം നടക്കുന്നുണ്ട്. അതായത് ബ്രിക്സ് രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരുടെ ഒരു യോഗമാണ് അവിടെ നടക്കുന്നത്. അത് സാധാരണയായിട്ട് ഇത്തരത്തിലുള്ള പല മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. പക്ഷെ ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്ന് നമുക്ക് എടുത്തു പറയേണ്ടത്, ഇത്തവണ ഇറാന്റെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള സയ്യിദ് അബ്ബാസ് അറാഗ്ചി അദ്ദേഹം എത്തുന്നുണ്ട്. ഇന്ന് രാത്രി നമ്മളിപ്പോ പറഞ്ഞ ചർച്ച പ്രേക്ഷകർ കാണുമ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇറാന്റെ ഒരു വിദേശകാര്യ മന്ത്രി ഇന്ത്യയിൽ എത്തുമ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. പ്രത്യേകിച്ച് അമേരിക്ക ഉറ്റുനോക്കുന്നുണ്ടാവും, അതുപോലെ തന്നെ മറ്റുള്ള പല ലോകരാജ്യങ്ങളും ഉറ്റുനോക്കുന്നുണ്ടാവും. കാരണം യുദ്ധസമാനമായിട്ടുള്ള ഒരു സാഹചര്യമാണ് പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്നത്. ഇപ്പോഴും ഒന്നും അവസാനിച്ചിട്ടില്ല. അവിടെ ഹോർമുസിലടക്കം ഉപരോധങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ പരസ്പരം ഇരു രാജ്യങ്ങളും പിടിമുറുക്കിയിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു അബ്ബാസ് അറാഗ്ചിയുടെ ഈ ഒരു സന്ദർശനത്തോടു കൂടി തന്നെ ഇന്ത്യക്ക് ഈ ഒരു യുദ്ധം നിർത്താനായിട്ട് ഒരു റോൾ ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഇന്ത്യ ആ റോൾ അങ്ങ് ഏറ്റെടുക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ ലോകം മുഴുവൻ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്. ഒപ്പം തന്നെ നമ്മുടെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള എസ് ജയശങ്കറുമായിട്ട് വല്ല ചർച്ചകൾ നടക്കാനുള്ള സാധ്യതയുണ്ടോ? ഇതിൻ്റെ ഒരു യാദൃച്ഛികത എന്ന് പറയുന്നത്, ഇതേ അവസരത്തിൽ തന്നെ അബ്ബാസ് അറാഗ്ചി ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ തന്നെ അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ചൈനയിലേക്ക് പോവുകയാണ്. ബെയ്ജിങ്ങിലെത്തിയിട്ട് അദ്ദേഹം ഷീ ജിൻപിങ്ങുമായിട്ട് ചർച്ചകളിലിടുക. വി വിൽ എൻഗേജ് ഇൻ ലോങ് ടോക്സ് എന്നാണ് പറഞ്ഞത്. ദീർഘമായ സംഭാഷണത്തിൽ ഞങ്ങൾ ഏർപ്പെടും എന്നാണ് പറയുന്നത്. അദ്ദേഹം വളരെ അടിവരയിട്ട് പറയുന്നുണ്ട്, ഇറാൻ വിഷയം ഞങ്ങൾ ചർച്ച ചെയ്യും. നമുക്കറിയാം, ഇറാൻ വിഷയത്തിൽ രണ്ട് ധ്രുവങ്ങളിലാണ്. പോൾസ് അപ്പാർട്ടാണ് അമേരിക്കയും ചൈനയും. അപ്പോൾ ഈ ദീർഘ സംഭാഷണം എന്ന് പറയുന്നത് കാണിക്കുന്നത് പാകിസ്ഥാൻ്റെ വൻതോതിലുള്ള മധ്യസ്ഥതയുടെ പരാജയമാണ് എന്ന് മാത്രമല്ല, അമേരിക്ക ആൻഡ് പാകിസ്ഥാൻ ആർ ട്രേഡിംഗ് അലിഗേഷൻസ് ഈച്ച് അതർ. അവർ തമ്മിലിപ്പോൾ നടക്കുന്ന വ്യാപാരം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആരോപണങ്ങളാണ്. നമ്മുടെ മാധ്യമങ്ങൾ അതത്ര കണ്ട് ശ്രദ്ധിച്ചിട്ടില്ല. അതായത് അമേരിക്കയുടെ വലിയൊരു ആരോപണം, പാകിസ്ഥാൻ ഇറാനിയൻ വിമാനങ്ങൾക്ക് സംരക്ഷണം നൽകുന്നു. US ഏതൊക്കെ ഇറാനിയൻ വിമാനങ്ങളെ ആക്രമിക്കാൻ ആഗ്രഹിച്ചുവോ അത് മുടക്കിക്കൊണ്ട്, അതിന് തടയിട്ടുകൊണ്ട് പാകിസ്ഥാൻ ഇറാനിയൻ വിമാനങ്ങളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുക. ഇറ്റ്സ് എ വൈൽഡ് അലിഗേഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു ആക്ഷേപമാണത്. വലിയൊരു നയതന്ത്രപരമായ അറ്റാക്കാണ്. പാകിസ്ഥാനെ ശത്രുവായിട്ട് പ്രഖ്യാപിക്കുന്നു. അങ്ങനെ മധ്യസ്ഥത വഹിക്കാൻ പോയി അമേരിക്കയുടെ മുഖ്യ ശത്രുവായിട്ട് പാകിസ്ഥാൻ മാറി. പാകിസ്ഥാൻ ഇങ്ങനെയുള്ള കുൽസിത വൃത്തികൾ നടത്തുമെന്ന് ഇന്ത്യക്കറിയാം. അബട്ടാബാദിൽ, അതായത് അവരുടെ സൈനിക കേന്ദ്രത്തിന് വളരെ അടുത്ത് തന്നെ ഉസാമ ബിൻ ലാദൻ എന്ന് പറയുന്ന ഭൂലോക ഭീകരനെ താവളം കൊടുത്ത് സംരക്ഷിച്ചു പോന്നിരുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. ഒന്നും അറിയാത്ത മട്ടിലിരുന്നു. അവസാനം അമേരിക്കൻ മെറീൻസ് അത് കണ്ടുപിടിച്ച് അവിടെ ചെന്ന് അയാളുടെ തലയ്ക്ക് വെടിവെച്ച് കുടുംബത്തെ 10-14 ഭാര്യമാരുണ്ട്, അവരെയും മക്കളെയും മുഴുവൻ തീർക്കുകയായിരുന്നു. നമുക്കറിയാമല്ലോ, ഇത് ഓരോ ചുക്കും സംഭവിക്കാത്ത പോലെ. അപ്പോൾ സംശയത്തോടു കൂടിയാണ് അമേരിക്ക കാണുന്നത്. ആ സംശയം ഇപ്പോൾ ബലപ്പെട്ടു. നിങ്ങളവരെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, ഇറാൻ്റെ പക്ഷം ചേർന്ന് മധ്യസ്ഥൻ എന്നുള്ള റോൾ വഹിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഈ അവസരത്തിലാണ് നമ്മൾ നോക്കേണ്ടത്, ലോകത്തിലെ ഏറ്റവും റിലയബിളായിട്ടുള്ളൊരു രാഷ്ട്രമായിട്ടുള്ള ഇന്ത്യയിലേക്ക് അബ്ബാസ് അറാഗ്ചി വരുന്നത്. അദ്ദേഹം പാകിസ്ഥാനിലോട്ട് പോയിരുന്നു നേരത്തെ. ചർച്ചകൾ പരാജയപ്പെട്ടു. ഈ ചർച്ച കൊണ്ടൊരു കാര്യവുമില്ല എന്ന് പറഞ്ഞിട്ട് അറാഗ്ചി ഇന്ത്യയിലേക്ക് വരികയാണ്. ഇന്ത്യയിലേക്ക് വന്ന അദ്ദേഹം ഇന്ന് തന്നെ, നമ്മൾ പറയുന്ന ദിവസം രാത്രി എത്തിയിട്ടുണ്ട്. ആ രാത്രിയിൽ തന്നെ നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കറുമായിട്ട് ദീർഘമായ സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ്. അതിനുശേഷമാണ് പ്രധാനമന്ത്രിയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഉഭയകക്ഷി സംസാരം ആരംഭിക്കുന്നത്. ഈ വാർത്തകളിലൊന്നും പുറത്തുവിടാത്തൊരു കാര്യം, വലിയ പ്രധാനപ്പെട്ട അവരുടെ ഏറ്റവും വലിയ അജണ്ട എന്ന് പറയുന്നത് ഹോർമൂസ് കടലിടുക്ക് വഴി ഉണ്ടായിട്ടുള്ള എനർജി ക്രൈസിസ് പരിഹരിക്കുക എന്നുള്ളതാണ്. ആ കാര്യം പുറത്തുവിടത്തില്ല. കാരണം ഇറ്റ്സ് എ ഡിപ്ലോമാറ്റിക് അഫെയർ. അമേരിക്ക അപ്പോൾ കാത് കൂർപ്പിച്ചിരിക്കും ഇവിടെ എന്താ നടക്കുന്നതെന്ന്. അതുകൊണ്ട് അമേരിക്ക അറിയാതെയുള്ള ഒരു പരിഹാരം ഇതിനുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്കയ്ക്ക് ഒരു മേജർ പ്ലേ ഇല്ലാത്ത തരത്തിലുള്ള പരിഹാരത്തിനാണ് ശ്രമിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കാര്യത്തിൽ അമേരിക്കയുമായിട്ടും ഇറാനുമായിട്ടും വെവ്വേറെയായിട്ട് ഇന്ത്യ പലതരം ചർച്ചകൾ നടത്തുന്നുണ്ട്.
അത് വളരെ റിലയബിളാണ്, അത് ശരിയായ പാതയിലാണെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് അറാക്ചി ഇന്ത്യയിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ വരില്ല. കാരണം യുദ്ധം നടക്കുന്ന സമയം അതിനൊരു സാധാരണഗതിയിൽ ഏതൊരു വിദേശകാര്യമന്ത്രിയും മറ്റൊരു രാജ്യത്തേക്ക് പോകാറില്ല. കാരണം അത് അപകടകരമാണ്, ജീവന് തന്നെ ഭീഷണിയാണ്. ഇസ്രായേൽ വിചാരിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ തീർക്കാവുന്നേ ഉള്ളൂ ഇദ്ദേഹത്തിന്. അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ. പക്ഷേ ഇന്ത്യയിൽ ഇസ്രായേൽ അത് ഒരിക്കലും ചെയ്യത്തില്ല. അപ്പോൾ വിശ്വസിച്ച് വരാം. പാകിസ്ഥാനിലാണെങ്കിൽ പോലും അറാക്ചി സുരക്ഷിതനല്ല, ഇസ്രായേൽ തീർത്തു കളയും. ഇന്ത്യയിൽ അത് ചെയ്യില്ല. കാരണം എന്താ പറഞ്ഞാൽ ഇന്ത്യയുമായിട്ട് ഇസ്രായേലിന് സ്ട്രാറ്റജിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പുണ്ട്. ഇന്ത്യയെ വേദനിപ്പിക്കുന്ന ഒരു കാര്യവും ഇസ്രായേൽ ചെയ്യില്ല. നമ്മൾ അവരെ വേദനിപ്പിക്കുന്ന പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇസ്രായേൽ ഒരിക്കലും അത് തിരിച്ചു ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ. ഒരു സൗഹാർദ്ദം, ഒരു ഗുഡ് വിൽ ഉണ്ട്, സദ്ഭാവന ഉണ്ട് എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ രണ്ട് ചർച്ചകൾ നടക്കുന്നത് ഈ ഹോർമൂസിലെ പ്രശ്നം പരിഹരിക്കാൻ നല്ല ഒന്നാണ്. പാരലായിട്ട് രണ്ട് ചർച്ച നടക്കുക. ഇപ്പോൾ ചൈനയിൽ ചെല്ലുമ്പോൾ ചൈനീസ് വിദേശകാര്യമന്ത്രി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ മധ്യസ്ഥതയ്ക്ക് തയ്യാറാണ്. അത് പാകിസ്ഥാനെ പോലുള്ള മധ്യസ്ഥതയല്ല, തുല്യ ശക്തികൾ തമ്മിലുള്ള ഒരു ചർച്ചയാണ് ചൈന എന്ന് പറയുന്നത് അമേരിക്കയും തമ്മിലുള്ളത്. അങ്ങനെ ഒരു ചർച്ച. പാകിസ്ഥാൻ്റെ എന്താ? പാകിസ്ഥാനോട് അമേരിക്ക പറഞ്ഞു, അവിടുത്തെ പ്രധാനമന്ത്രിയോട് പോലും അല്ല, അവിടുത്തെ ഫീൽഡ് മാർഷലിനോട് ഒരു ചർച്ച അറേഞ്ച് ചെയ്യും, ഞങ്ങൾക്ക് അങ്ങനെ ഇന്ന് ഊരി പോകണം. അങ്ങനെ അറേഞ്ച് ചെയ്ത ചർച്ചയാണ്. ഇറ്റ് ഈസ് ആൻ അറേഞ്ച്ഡ് അഫെയർ. ദിസ് ഈസ് നോട്ട് ആൻ അറേഞ്ച്ഡ് അഫെയർ, ബട്ട് ഇറ്റ് ഈസ് എ നാച്ചുറലി ടേക്കൺ ഡിസിഷൻ. സ്വാഭാവികമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തതാണ്. അതും പോകുന്ന ആരാ? അമേരിക്കൻ പ്രസിഡൻ്റാണ് പോകുന്നത്. കാര്യം എന്ത് പറഞ്ഞാലും ആ കസേരയ്ക്കൊരു വിലയുണ്ട്. അദ്ദേഹം ഒരു വിഡ്ഢിയാകാൻ പൊട്ടനാവും, പക്ഷേ ആ കസേരയ്ക്കൊരു വിലയുണ്ട്. കാരണം അമേരിക്ക യുദ്ധത്തിൽ നിന്ന് ഊരി പോകണമെന്ന് ആഗ്രഹിക്കുന്നു. യുറേനിയം, സമ്പുഷ്ടീകരിച്ച യുറേനിയം തങ്ങൾക്കുണ്ട്, ഞങ്ങൾ അതുകൊണ്ട് ബോംബ് നിർമ്മിക്കുക തന്നെ ചെയ്യുമെന്ന് ഇറാൻ പറയുന്നു. സത്യമാണത്. ഇസ്രായേൽ സമ്മതിക്കുന്നു. അവർ നേരത്തെ എന്താ പറഞ്ഞത്? അവരുടെ മലനിരകളിലുള്ള ആണവ ആയുധ രഹസ്യ കേന്ദ്രങ്ങളിൽ ഞങ്ങൾ ബോംബിട്ടു. ബാങ്കർ ബസ്റ്റർ ബോംബ് ഞങ്ങളുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ എന്ന് അമേരിക്ക അവകാശപ്പെട്ട ബോംബിട്ട് തകർത്തെല്ലാം നശിപ്പിച്ചു, എല്ലാം തീർന്നെന്നും പറഞ്ഞാൽ തിരിച്ചു പോകുന്നത്. ഇപ്പോൾ ഇസ്രായേൽ സമ്മതിക്കുന്നു, അവരുടെ അണുവായുധങ്ങൾ, സമ്പുഷ്ട യുറേനിയം മുഴുവൻ നശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇറ്റ്സ് ആൻ അഡ്മിഷൻ, ഓപ്പൺ അഡ്മിഷൻ, തുറന്നു പറഞ്ഞു കഴിഞ്ഞു. പത്രങ്ങളിൽ കൂടി വാർത്തയായിട്ട് വന്നു കഴിഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോൾ ഇറാൻ്റെ ശേഷിയെ അമേരിക്ക ഭയക്കുന്നുണ്ട്. ഒരു ന്യൂക്ലിയർ വാറിലേക്ക് പോവുകയാണെങ്കിൽ സംഗതി കുഴപ്പമാവും. ഗൾഫ് മേഖലയ്ക്ക് മാത്രമല്ല, അവിടെ തമ്പടിച്ചിരിക്കുന്ന കപ്പലിലുള്ളവരെല്ലാം ആണവ വികിരണവുമായിട്ട് പോകും അമേരിക്കയിലേക്ക്. നാഗസാക്കി, ഹിറോഷിമയിൽ തന്നെ സംഭവിച്ചത് തന്നെ ചെയ്യും. എന്നിട്ട് ഇറാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്. ഇറാൻ ഫോറിൻ മിനിസ്റ്ററുടെ സ്പോക്സ് പേഴ്സണാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ഇസ്മയിൽ ബഗേയി. ഇറ്റ്സ് എ വോർ ബിറ്റ്വീൻ പ്രൗഡ് പീപ്പിൾ ആൻഡ് പ്രൊഫഷണൽ ലയേഴ്സ് ഹു ഫാബ്രിക്കേറ്റഡ് ജസ്റ്റിഫിക്കേഷൻസ് ഫോർ അട്രോസിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ അർത്ഥം എന്താ? അതായത് ആത്മാഭിമാനമുള്ള ഒരു ജനതയും അതുപോലെ തന്നെ പ്രൊഫഷണലായിട്ടുള്ള ലയേഴ്സ് എന്ന് പറഞ്ഞാൽ കള്ളം പറയുന്നത് ഒരു തൊഴിലാക്കി മാറ്റിയ കുറേ ആൾക്കാരും അട്രോസിറ്റികൾ നടത്തിയിട്ട്, അതായത് വമ്പിച്ച തരത്തിലുള്ള ദുരന്തങ്ങളിലേക്ക് നയിക്കുന്ന അക്രമങ്ങൾ നടത്തിയിട്ട്, ആക്രമണമല്ല ആക്രമണങ്ങൾ എന്നാണ്. മറ്റൊരു ആക്രമിക്കുമ്പോൾ അതിനെ ആക്രമണം എന്നാണ്, നാച്ചുറലായിട്ടുണ്ടാകുന്നതാണ് ആക്രമണം. ആക്രമണങ്ങൾ നടത്തിയ ഒരു ജനതയും തമ്മിലുള്ള യുദ്ധമാണെന്നാണ്. ഈ പ്രൗഡ് അല്ലെങ്കിൽ ആത്മാഭിമാനമുള്ള ജനത എന്ന് പറയുന്നത് ഇറാനെ ഉദ്ദേശിച്ചാണ്. കള്ളം പറയുന്ന തൊഴിലുള്ള അമേരിക്ക, കുൽസിത വൃത്തികൾ കാണിച്ചിട്ട് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന അമേരിക്കയും തമ്മിലുള്ള യുദ്ധമാണ്. അത് ധൈര്യത്തിൻ്റെ ശബ്ദമാണ്, പേടിയുടെ ശബ്ദമല്ല, കീഴടങ്ങലിൻ്റെ ശബ്ദമേ അല്ല. മനസ്സിലായില്ലേ? അവരിപ്പോഴും പവർഫുള്ളാണ്, ന്യൂക്ലിയർ പവർഫുൾ കൺട്രിയാണ്. ഇതാണ് അമേരിക്കയെ പേടിപ്പിക്കുന്നത്. ഇതാണ് വലിയ ആക്രമണമൊന്നും ഒപ്പം നടത്താതിരിക്കുന്നത് ഇസ്രായേലും. ഇസ്രായേൽ ഈസ് കോൺസെൻട്രേറ്റിംഗ് ഓൺ ലെബനനിലേക്ക് അവിടുത്തെ ഹമാസിലേക്ക് മാത്രമായിട്ട് അവർ ചുരുക്കി. ആക്രമണങ്ങളിൽ കുട്ടികളും മരിക്കുന്നുണ്ട്, കഷ്ടമാണത്. അപ്പോൾ ഇതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആണ് ഇന്ത്യ ശ്രമിക്കുന്നത്. ഇന്ത്യ ബ്രിക്സ് എന്ന് പറയുന്ന ആ സംഘടനയുടെ ചെയർമാൻ സ്ഥാനത്താണ്, അധ്യക്ഷ സ്ഥാനം എന്ന് പറഞ്ഞാൽ അതിലുള്ള രാഷ്ട്രങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, അതാണ് ബ്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ചോദിക്കും ഇറാൻ ഇവിടെ? ഇറാൻ പിന്നെ ചേർന്ന രാഷ്ട്രമാണ്, അതിൻ്റെ ഇനിഷ്യൽസ് ചേർത്തിട്ടില്ല ഇതിലെ.
ഇറാൻ പിന്നെ ചേർന്ന രാഷ്ട്രമാണ്, അതുകൊണ്ടാണ് ആ പേര് വരാത്തത്. പക്ഷേ ഇറാൻ താല്പര്യമുണ്ട് ഇക്കാര്യത്തിൽ. ബ്രിക്സിൻ്റെ ഇടപെടൽ ഉണ്ടാവണമെന്ന് മുമ്പേ തന്നെ ആവശ്യപ്പെട്ട രാജ്യമാണ്. ചൈനയുണ്ട്. ചൈനയുടെ വിദേശകാര്യമന്ത്രി വരുന്നില്ല. എന്താ കാര്യം മനസ്സിലായോ? കാരണം അതേസമയം അവിടെ ട്രംപ് അവിടെ സന്ദർശിക്കുകയാണ്. മനസ്സിലായില്ലേ? അതിനു പകരം ചൈനയുടെ ഇന്ത്യയിലെ അംബാസഡർ ഇതിൽ പങ്കെടുക്കും. മതി. ഈസ് എ പവർഫുൾ പേഴ്സൺ. കാരണം ചൈനയുടെ അഭിപ്രായമായിരിക്കും പറയുന്നത്. എനിക്ക് തോന്നുന്നത്, ഞാൻ സംശയിക്കുന്നത്, ട്രംപ് ഇപ്പോൾ ചൈനയിൽ പോയിരിക്കുന്നത് ബ്രിക്സിനെ പേടിച്ചിട്ട് തന്നെയാണ്. ഇറാനും കൂടെ ഉള്ള ഒരു സംഘടന ഒറ്റപ്പെടുത്തുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. ഇറാനെ ബ്രിക്സിൽ അറാക്ചിയെ ഇന്ത്യ ക്ഷണിച്ചതോടുകൂടി ആ തന്ത്രം പാളി. ഇന്ത്യ ക്ഷണിച്ചിട്ടാണ് അദ്ദേഹം വരുന്നത്. മനസ്സിലായില്ലേ? ബ്രിക്സിലേക്ക് എന്നാൽ ഇത് യുദ്ധത്തിൽ നിൽക്കുന്ന രാഷ്ട്രം, അതുകൊണ്ട് വിളിക്കേണ്ടെന്ന് ഇന്ത്യക്ക് തീരുമാനിക്കാം. ഇന്ത്യയാണ് അധ്യക്ഷ സ്ഥാനത്ത്. പക്ഷേ ആ ന്യായം പറയാം, ജസ്റ്റിഫൈ ചെയ്യായിരുന്നു. പക്ഷേ വിളിച്ചു, വന്നു. മനസ്സിലായില്ലേ? ഈ ബ്രിക്സ് എന്ന് പറഞ്ഞാൽ റഷ്യയുണ്ട്, ചൈനയുണ്ട്. ഇത് രണ്ടും കൂടെ ചേർന്നാൽ തന്നെ അമേരിക്കയേക്കാൾ വലിയ ശക്തിയാണ്. ഇപ്പോൾ ചൈന ഇസ് ആൾമോസ്റ്റ് ആസ് പവർഫുൾ ആസ് US. മനസ്സിലായി? ആ സിറ്റുവേഷനിലാണ് ചൈനയിലേക്ക് പോയി ചൈനയുടെ ചങ്ങാത്തം പിടിക്കാൻ പോയി. ഇതുവരെ പോയോ? അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഈ ചർച്ചകളെന്ന് പറയുന്നത് പാകിസ്ഥാനിലെ പോലൊരു പ്രഹസനമായി തീരുകയില്ല. അമേരിക്കയ്ക്ക് പേടിയുണ്ട്, ഇറാൻ അഭിമാനവുമുണ്ട്. ഇറാൻ്റെ അഭിമാനവും ആത്മാഭിമാനവും ആ ജനതയുടെ ആത്മഗൗരവവും സംരക്ഷിച്ചുകൊണ്ടുള്ളൊരു പരിഹാരമേ സാധ്യമാവൂ എന്ന് അമേരിക്കയ്ക്ക് ബോധ്യമായിട്ടുണ്ട്. ചൈന അങ്ങനെയുള്ളൊരു ഒത്തുതീർപ്പിനെ തയ്യാറാകൂ. ആ വ്യവസ്ഥകൾ അംഗീകരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ അഭിമുഖീകരിക്കുന്ന ഇന്ധന പ്രതിസന്ധി ഒരു പക്ഷേ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ അതിന് പരിഹാരമാകും എന്നുള്ളതാണ് അറാക്ചി ഇന്ത്യയിലേക്ക് വരാൻ തയ്യാറായതിൻ്റെ ജിയോ പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ്. അതായത് അതിൻ്റെ ഒരു ലോക രാജ്യങ്ങൾക്കിടയിലുള്ള ഒരു പ്രാധാന്യം, ആഗോള പ്രാധാന്യം. അത്ര പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ് അവിടെ നടക്കുന്നത്. ഇവിടെ പങ്കെടുക്കുന്ന ആരാ? 40 ഡിഫൻസ് മിനിസ്റ്റർമാരായി. സംഘടന ഇത്രയും ചെറുതാണെങ്കിലും അതിൻ്റെ ആഭിമുഖ്യത്തിൽ മറ്റൊരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള ഡിഫൻസ് മിനിസ്റ്റർമാരും കൂടി പങ്കെടുക്കുന്ന ഒരു ചർച്ചയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരെല്ലാം കൂടെ മൾട്ടി നാഷണൽ ലെവലിലുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റി സജീവമായിട്ട് ഹോർമൂസ് കടലിടുക്കിൽ ഇപ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങൾ, ബ്ലോക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടെ ഒരു മിലിറ്ററി മിഷൻ ഈ 40 ഡിഫൻസ് മിനിസ്റ്റർമാരുടെ ആഭിമുഖ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഹെഡ് ചെയ്യുന്ന ആരൊക്കെയാണെന്നറിയാം? ഒന്ന് UK, അതുപോലെ ഫ്രാൻസ്. ഇത് രണ്ടും അമേരിക്കയോട് അത്ര അടുപ്പമുള്ള രാജ്യങ്ങളല്ല ഇപ്പോൾ, പണ്ടായിരുന്നു. കാരണം നാറ്റോ സഖ്യം അമേരിക്കയുമായിട്ട് അകന്നു പോയിരിക്കുകയാണ്. അവരുടെ ആഭിമുഖ്യത്തിൽ സൈനികമായൊരു നീക്കം ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ നീക്കം നടക്കുമ്പോൾ ഈ ബ്രിക്സ് രാജ്യങ്ങൾ അതിന് ഗുണപരമായിട്ടുള്ള നേതൃത്വം കൊടുക്കും. എന്ന് പറഞ്ഞാൽ ഇറാന് യാതൊരു കുഴപ്പവും ഉണ്ടാക്കാത്ത രീതിയിൽ, ഒരു യുദ്ധമായിട്ട് മാറാത്ത രീതിയിൽ ഇത് മാറ്റാൻ ഈ ബ്രിക്സ് രാജ്യങ്ങളുടെ ഈ സമയത്തുള്ള വളരെ ടൈംലി ആയിട്ടുള്ള ഈ ഒരു ഇൻ്റർഫിറൻസിന് കഴിയും. തീർച്ചയായിട്ടും അതിന് കഴിവുള്ള ആളാണ് ജയശങ്കർ, നമ്മുടെ പ്രധാനമന്ത്രി, അതുപോലെ തന്നെ നമ്മുടെ ഡിപ്ലോമാറ്റുകൾ. നമ്മൾ കണ്ടില്ലേ G20 നടത്തിയത് കണ്ടില്ലേ? യോജിക്കാത്ത കാര്യങ്ങളിൽ ആളുകളെ യോജിപ്പിക്കാൻ കഴിഞ്ഞു നമ്മുടെ ബ്രിക്സ് G20 മീറ്റിങ്ങിൽ. നമ്മുടെ ഷെർപ്പകളൊക്കെ വളരെ വളരെ പ്രശംസനീയമായിട്ടുള്ള സേവനം കാഴ്ചവെച്ചാണ്. ആ തരത്തിൽ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള പരിഹാരത്തിലേക്ക് മാറാൻ ഇന്ത്യക്ക് കഴിയും. അതുപോലെ തന്നെ പാകിസ്ഥാൻ ഇതിൽ പരിഹാസമായിട്ട് തീർന്നു. പരിഹാരത്തിന് പകരം വെറും ഒരു പരിഹാസമായിട്ട് തീർന്നു എന്നുള്ളതുമാണ് ഇതിൻ്റെ വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പ്രധാനമന്ത്രി പെട്രോളിൻ്റെയും സ്വർണത്തിൻ്റെയും കാര്യത്തിലൊക്കെ നമുക്ക് നിയന്ത്രണം വേണമെന്ന് പറയുമ്പോഴും ഈ കാര്യത്തിനുള്ള പരിഹാരത്തിന് വേണ്ടിയുള്ള ഊർജ്ജസ്വലമായിട്ടുള്ള ശ്രമങ്ങൾ ആരോടും വിളിച്ചു പറയാതെ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. തീർച്ചയായിട്ടും കൂട്ടായ്മയിലൂടെ, ചർച്ചകളിലൂടെ, അതുതന്നെയാണല്ലോ നരേന്ദ്രമോദി പറയുന്നത്, ത്രൂ ഡയലോഗ് ആൻഡ് ഡിപ്ലോമസി. ഇതിലൂടെയുള്ളൊരു പരിഹാരമാണ് ഉണ്ടാവാൻ പോകുന്നത് എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇനി കൃഷ്ണൻ ഒരു ചോദ്യം വല്ലതും ചോദിക്കാനുണ്ട്? അല്ലേ സാർ, അത് തന്നെ. കാരണം നിലവിലെ ഈ ഒരു സാഹചര്യത്തിൽ യുദ്ധം വളരെ വേഗത്തിൽ അവസാനിപ്പിക്കേണ്ടത് ഇന്ത്യയുടെ കൂടി ആവശ്യമാണ്. കാരണം നമ്മുടെ ചാബഹാർ തുറമുഖം ഒക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതും ചർച്ച ചെയ്യുന്നുണ്ട്, അജണ്ടയിലുണ്ട്. ആദ്യം അജണ്ടയിൽ വെച്ചിരിക്കുന്ന അത് കഴിഞ്ഞിട്ടാണ് ഹോർമൂസിന്റെ കാര്യം വെച്ചിരിക്കുന്നത്. അങ്ങനെ ആയിരിക്കില്ല, പക്ഷെ പ്രാധാന്യം കിട്ടുന്നത് ഹോർമൂസിന് തന്നെ ആയിരിക്കും.
ഒപ്പം തന്നെ നമുക്കറിയാം ഇങ്ങോട്ടേക്കുള്ള നമുക്ക് എണ്ണ വില അത് പിടിച്ചു നിർത്തേണ്ടതും നമുക്ക് അത്യാവശ്യമാണ്. ഈ യുദ്ധം ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ പല രാജ്യങ്ങളും ബുദ്ധിമുട്ടിലാകും. അതിൽ ഒരു രാജ്യം നമ്മളും ബുദ്ധിമുട്ടിലാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായിട്ടും ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ മീറ്റിംഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ റിപ്പോർട്ടുകൾ പുറത്തു വരും. എന്താണ് ചർച്ചയിൽ സംഭവിച്ചിരിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്തിരിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് കൂടുതൽ വിശദാംശങ്ങൾ നാളെയൊക്കെ ആയിട്ട് പുറത്തു വരും. അപ്പൊ തീർച്ചയായിട്ടും നമുക്കും ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. ഒരു ഇറാന്റെ ഒരു വിദേശകാര്യമന്ത്രി അവിടെ യുദ്ധം നടക്കുന്ന സമയത്ത് ഇന്ത്യയിൽ എത്തുന്നു. ഇവിടെ എത്തിയിട്ട് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെയും അതുപോലെ തന്നെ മന്ത്രിമാരെയും അപ്രതീക്ഷിതമായിട്ട് ഈ വാർത്ത പുറത്തു വന്നിട്ട് പെട്ടെന്നാണ് ഇതിന്റെ പുറത്തു വന്നത്. വരുന്ന ദിവസമാണ് ഇത് ലോകം അറിയുന്നത്, കാണുന്നു, സംസാരിക്കുന്നു. എന്തൊക്കെ വിഷയങ്ങൾ ചർച്ചയാകും? നമ്മൾ പറഞ്ഞ പോലെ ഒരു മോദി തന്നെ രംഗത്ത് ഇറങ്ങുമ്പോൾ ഈ യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് പലപ്പോഴും എല്ലാവരും യുദ്ധം നടക്കുന്ന സമയത്തൊക്കെ പറയുന്നതാണ് മോദി വരട്ടെ. അതെ, വാസ്തവത്തിൽ ട്രംപിന്റെ നേരെ വ്യത്യസ്ത ധ്രുവത്തിലാണ് മോദി. ട്രംപ് പുളുവടിക്കും, ഒരു കാര്യവും നടക്കത്തില്ല, അമേരിക്ക തോറ്റു പിൻവാങ്ങും. പക്ഷേ മോദി പുളുവടിക്കത്തില്ല, ഒന്നും പറയത്തില്ല, കാര്യങ്ങൾ നടത്തും, ലോകമറിയും. അങ്ങനെ അദ്ദേഹത്തെ പ്രശംസിക്കും. അതാണ് സംഭവിക്കുന്നത്. ഈ ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട്. അതായത് ഈ 40 വിദേശകാര്യമന്ത്രിയുടെ കൂട്ടായ്മയിൽ ജപ്പാൻ്റെ വിദേശകാര്യമന്ത്രിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഷിൻജിറോ കൊയ്സുമി, പുതിയതായിട്ട് സ്ഥാനമേറ്റ ആളാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം കൂടെ, ദിസ് ഇൻ്റർനാഷണൽ കൺഗ്ലോമറേഷൻ ഈസ് ഫോർ പബ്ലിക് ഗുഡ്. പൊതുവായിട്ടുള്ള ലോകത്തിൻ്റെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു കൂട്ടായ്മയാണ്. ഏതെങ്കിലും രാജ്യത്തെ ആക്രമിക്കുമെന്നല്ല പറഞ്ഞത്, ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു മിലിറ്ററി മിഷനാണ് ഞങ്ങൾ നടത്തുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജപ്പാനും ഇന്ത്യയുമായിട്ട് അടുപ്പമുള്ള രാഷ്ട്രങ്ങളാണ്, പക്ഷേ ചൈനയുമായിട്ട് അറ്റ് ലോവർ ഹെഡ്സാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഇന്ത്യയുടെ ഈ ബ്രിക്സ് ഒരു തീർപ്പ് ഇതിന് കൽപ്പിക്കും. ആ തീർപ്പ് ഇറാനും അതേപോലെ അമേരിക്കയും ചൈനയും റഷ്യയും എല്ലാം അംഗീകരിക്കും എന്നുള്ളതാണ്. ഫ്രാൻസ് അതിൽ നിന്ന് അകലാൻ വഴിയില്ല. കാരണം ഫ്രാൻസ് നമ്മളുമായിട്ട് ആയുധ കരാറുള്ള രാജ്യമാണ്, ആയുധ കച്ചവടം നടത്തുന്ന രാജ്യമാണ്. അപ്പം ഇന്ത്യക്ക് അനുകൂലമാണ് കാലാവസ്ഥയും അതുപോലെ തന്നെ തീരുമാനങ്ങളുമെന്ന് നമുക്ക് വിചാരിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ പത്രങ്ങൾ അധികം പ്രാധാന്യം കൊടുക്കുന്നില്ല. കാരണം മോദിക്ക് എന്തെങ്കിലും ഒരു ക്രെഡിറ്റ് ഇതിൽ കിട്ടിപ്പോയെങ്കിലോ എന്നുള്ളൊരു കരുതലാവണം. അത് ആയിക്കോട്ടെ, അവരുടെ പൊളിറ്റിക്സ് അത്. പക്ഷേ ഇത് ഉണ്ടാവുമെന്ന് തന്നെ ഉണ്ടാവണം. കാരണം ഇന്ത്യക്ക് വളരെ അധികം ദുരിതങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ ഹോർമൂസ് കടലിലെ അനിശ്ചിതത്വം. ഇതിൽ ഡൽഹിയിൽ നടക്കുന്ന ഈ ഒരു ചർച്ച അതൊരു നാഴികക്കല്ലായി തന്നെ മാറണം. പിന്നീട് ലോകക്രമത്തിന് തന്നെ നിയന്ത്രിക്കാൻ ശക്തിയുള്ള ഒരു മാറ്റത്തിനുള്ള ഒരു തുടക്കം കൂടിയായിരിക്കും. അല്ലെങ്കിൽ അതിനൊരു അടിത്തറ പാകാൻ കൂടിയായിട്ടുള്ള ഒരു ഏറ്റവും എല്ലാ ബ്രിക്സ് സമ്മേളനങ്ങളെക്കാളും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയത്താണ് ഇത് നടക്കുന്നതെന്നുള്ളത് കൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മേളനമാണ്. അപ്പോൾ നമുക്ക് നോക്കി കാത്തിരിക്കാം. കാര്യം കൂടെ പറയാം, ബ്രിക്സ് സമ്മേളനം ഇത് ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനമാണ്. നമുക്കും കാത്തിരിക്കാം എന്താണ് സംഭവിക്കുന്നത്. അതെ.